മുനമ്പം വഖഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ഹർജി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലാണ് ഹർജികൾ പരിഗണിക്കുക. കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെയും വഖഫ് സംരക്ഷണ വേദിയുടെയും ഹർജികൾ തള്ളിയിരുന്നു. മുനമ്പം നിവാസികളുടെ കൂട്ടായ്മയായ മുനമ്പം ഭൂസംരക്ഷണ സമിതി നൽകിയ ഹർജിയാണ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കുക. ഇന്നലെ ഹർജിയിന്മേൽ ഉത്തരവുണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വഖഫ് സംരക്ഷണ വേദിയുടെയും മുനമ്പം ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകന്റെ ഹർജിയും ട്രൈബ്യൂണൽ പരിഗണിച്ചിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് വഖഫ് സംരക്ഷണ വേദി. കേസിൽ കക്ഷി ചേരാനുള്ള ഇവരുടെ ഹർജി വഖഫ് ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. മുൻപ് ഇതേ ആവശ്യവുമായി സമീപിച്ച വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയും കോടതി തള്ളിയിരുന്നു. ഇരു സംഘടനകൾക്കും കനത്ത തിരിച്ചടിയാണ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ നിന്നുണ്ടായത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എന്ത് താല്പര്യമാണ് സമിതിക്കുള്ളതെന്ന ചോദ്യമാണ് വഖഫ് ട്രൈബ്യൂണൽ ഇരു സംഘടനകളോടും ചോദിച്ചത്. വഖഫ് ഭൂമിയുടെ സംരക്ഷകർ എന്ന പേരിൽ ഒരുപാട് സംഘടനകൾ കേസിൽ കക്ഷി ചേരാൻ വരുന്നതിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത് കേസിൽ വിധി പറയുന്നതിന് കാലതാമസമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മുനമ്പം ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകൻ ഇർഷാദ് സേഠിനെ മറ്റൊരു കേസിൽ കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. മുനമ്പം ഭൂമി വഖഫ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ കേസിലാണ് ഇർഷാദ് സേഠിനെ കക്ഷി ചേർത്തത്. ജനം, കോഴിക്കോട്.